LSSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിസര പഠനമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജലത്തിലും കരയിലുമായി ജീവചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത്? ഉഭയജീവികൾ. വനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എ, വനം ഒരു ആവാസ വ്യവസ്ഥയാണ്. ബി, വനനശീകരണം മൂലം ജീവികൾ വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. സി, വനനശീകരണം മൂലം മഴയുടെ അളവിൽ കുറവ് വരുന്നില്ല. ഡി, മണ്ണ് സംരക്ഷണത്തിൽ പ്രധാന പങ്ക് വനങ്ങൾക്കാണ്. ആൻസർ സി, വനനശീകരണം മൂലം മഴയുടെ അളവിൽ കുറവ് വരുന്നില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏത്? ആര്യവേപ്പ് തായ്വേര്, പുളിയില ജാലികാ ശിലാവിന്യാസം, കിഴാർ നെല്ലി തായ്വേര്, ആവണക്ക് സമാന്തര ശിലാവിന്യാസം. ആൻസർ ഡി, ആവണക്ക് സമാന്തര ശിലാവിന്യാസം. EVSൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ശരിയല്ലാത്ത പ്രസ്താവന ഏത്, തെറ്റായ ജോഡി ഏത്, ശരിയായ ജോഡി ഏത്, ശരിയായ പ്രസ്താവന ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ചോദ്യം ശരിക്കും മനസ്സിലാക്കി വായിക്കണം കേട്ടോ. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്? ആൻസർ നിസ്സഹകരണ സമരം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, രാഷ്ട്രശില്പി നെഹ്റു, ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. നാഗമോഹൻ, മഞ്ഞക്കിളി, ആനറാഞ്ചി, ആർട്ടിക് ടേൺ. ആൻസർ ആനറാഞ്ചി, മറ്റതൊക്കെ ദേശാടന പക്ഷികളാണ്. തച്ചോളി ഒതേനൻ, ആരോമച്ചേകവർ, തുമ്പലാർച്ച, ഉണ്ണിയാർച്ച എന്നിവരുടെ വീരകഥകൾ പരാമർശിക്കുന്ന പാട്ടുകൾ. ആൻസർ വടക്കൻ പാട്ടുകൾ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രഹങ്ങളെ വലം വെക്കുന്ന ആകാശഗോളങ്ങൾക്ക് പറയുന്ന പേര്? ഉപഗ്രഹങ്ങൾ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന്, കൊടുത്തവയിൽ ഐസ് സാവധാനം ഉരുകുന്നത്? എ, ചൂടുവെള്ളത്തിലിട്ടാൽ, ബി, ഒഴിഞ്ഞ ഗ്ലാസ്സിലിട്ടാൽ, അറക്കപ്പൊടിയിട്ട പാത്രത്തിലിട്ടാൽ, മണൽ നിറച്ച പാത്രത്തിലിട്ടാൽ. ആൻസർ സി, അറക്കപ്പൊടിയിട്ട പാത്രത്തിലിട്ടാൽ. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനം? ആൻസർ ഇൻ്റർനെറ്റ്. 11, സ്കൂൾ കലോത്സവത്തിൽ തെയ്യം, ഓട്ടംതുള്ളൽ, കഥകളി, നാദസ്വരം, പഞ്ചവാദ്യം, കോൽക്കളി, പൂരക്കളി, ചെണ്ട, ശാസ്ത്രീയ സംഗീതം, സോപാന സംഗീതം, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, മാർഗംകളി, ദഫ്മുട്ട്, അറബനമുട്ട്, തിരുവാതിരക്കളി, ഒപ്പന, പരിചമുട്ടുകളി തുടങ്ങിയവയെല്ലാം ഉണ്ട്. ഈ കലാരൂപങ്ങളെ തരംതിരിക്കാമോ? ഇതിൽ ശാസ്ത്രീയ കലകളും നാടൻ കലകളുമാണുള്ളത്. ശാസ്ത്രീയ കലകൾ ഏതൊക്കെയാണ്? തെയ്യം, ഓട്ടംതുള്ളൽ, കഥകളി, നാദസ്വരം, പഞ്ചവാദ്യം, ശാസ്ത്രീയ സംഗീതം, സോപാന സംഗീതം, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, ഇവയൊക്കെ ശാസ്ത്രീയ കലകളാണ്. ഇനി നാടൻ കലകൾ: കോൽക്കളി, മാർഗംകളി, ദഫ്മുട്ട്, അറബനമുട്ട്, തിരുവാതിരക്കളി, ഒപ്പന, പരിചമുട്ട്. ഇനി അതിലുള്ള ബി ക്വസ്റ്റ്യന്, മുകളിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും കലാരൂപത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. EVSൽ കലകളുടെ നാട് എന്ന പാഠഭാഗത്തിൽ ഒരുപാട് വിവരണം തയ്യാറാക്കിയിട്ടുണ്ട്. അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുക. കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, തെയ്യം ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഥകളിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. കഥകളിയിലെ ആദ്യ രൂപം രാമനാട്ടം. സാഹിത്യരൂപം ആട്ടക്കഥ. പ്രധാന വേഷങ്ങൾ പച്ച, കത്തി, കരി, താടി, മിനുക്ക്. കഥകളിയിലെ നല്ല വേഷങ്ങൾക്ക് പച്ചവേഷം എന്നറിയപ്പെടുന്നു. കഥകളിയിലെ സ്ത്രീവേഷം മിനുക്ക്. ഇതിൽ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. പ്രധാന വാദ്യങ്ങൾ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടക്ക, ശംഖ്. 12, പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുത്ത് സംഭവങ്ങളെ ക്രമീകരിക്കുക. ക്വിറ്റ് ഇന്ത്യ, ജാലിയൻ വാലാബാഗ് സംഭവം, ഉപ്പ് സത്യാഗ്രഹം. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ആഗസ്റ്റ് 9 അവതരിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. മുംബൈയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം. അടുത്തത് ഉപ്പു സത്യാഗ്രഹം 1930 മാർച്ച് 12 തുടക്കമിട്ടു. സബർമതി ആശ്രമത്തിൽ നിന്നും ആരംഭിച്ചു. നികുതി ചുമത്തിയതിനെതിരെയുള്ള സമരം. നെക്സ്റ്റ് ജാലിയൻ വാലാബാഗ് സംഭവം 1919 ഏപ്രിൽ 13 നടന്നു. പഞ്ചാബിലെ അമൃതസർ. ജനറൽ ഡയറിൻ്റെ ഉത്തരവ്. ബി ക്വസ്റ്റ്യൻ, സമയരേഖ പൂർത്തിയാക്കുക. 2 കോളം തന്നിട്ടുണ്ട്. ഒന്നിൽ ചമ്പാരൻ സമരം. എന്നാണ് ചമ്പാരൻ സമരം നടന്നത്? 1917. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.
ഇനി വാഗൺ ട്രാജഡി തന്നിട്ടുണ്ട് 1921. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉടൻ തന്നെ നൽകാം കേട്ടോ.